കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ നാടിനൊരു ശാപമാണ്. ആ കോൺഗ്രസ് എത്രയായാലും നന്നാകില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അനുഭവങ്ങൾ നമ്മെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഈ കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒറ്റയ്ക്കൊന്നും ജയിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിക്കുമോ? മുസ്ലിം ലീഗുകാര് സഹായിച്ചിട്ടാ ഇങ്ങനെ ഈ അപ്രമാദിത്വം കാണിക്കുന്നത്. അത് മുസ്ലിം ലീഗുകാർ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന്റെ തണലിൽ കഴിഞ്ഞുകൂടുന്ന ഒരു പാർട്ടിയാ കോൺഗ്രസ്. ഇവിടെ ഇപ്പൊ നെഞ്ചൊക്കെ ഉന്തി കൈയുടെ മസിലെല്ലാം കാണിച്ച് നടക്കുന്നുണ്ടല്ലോ. അത്രക്കൊന്നുമില്ല കോൺഗ്രസ്. കോൺഗ്രസിന്റെ നില കോൺഗ്രസുകാർ മനസ്സിലാക്കണം. കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗം ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ നിലപാടിനെതിരാണ്. അവർ കോൺഗ്രസിന്റെ നിലപാടിനെതിരായി ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അത് തികച്ചും സ്വാഗതാർഹമാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഇവിടെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ചില സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തി നേടും. അതിന്റെ ലക്ഷണങ്ങൾ കാണുന്നു. അതിനെന്താ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം? മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിഹത്യ, ഇടതുപക്ഷത്തിനെതിരെ ആക്രമണം, ഗൂണ്ടാക്രമണങ്ങൾ. ഇത് എത്ര കാലമായി കോൺഗ്രസ് തുടർന്നിട്ട്? നിങ്ങൾക്ക് ഇന്നവരെ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞോ?